വേസ്റ്റ് കംപ്ലീറ്റ് അതിലിടാൻ പോവാണോ? വേസ്റ്റ് മൊത്തമായിട്ട് ഇതിലേക്ക് ഇടാം. സാധാരണ നമ്മൾ ബേസിന് പുറത്തേക്ക് എടുക്കും, ഇത് കംപ്ലീറ്റ് ഇത് വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിത് അങ്ങനെ ചെന്നിട്ടില്ല, കാരണം കുറച്ച് കഷ്ടപ്പാടാണ്. എല്ലിന്റെ വേസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പീസൊക്കെ അതിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. fzrover ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്തായിട്ട് വിളക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സാധാരണ എന്റെ കയ്യിൽ ഉണ്ടാകുന്ന എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ആയിരിക്കും അല്ലേ. ഇന്നുള്ളത് പൂർണ്ണമായിട്ടും വേസ്റ്റ് എന്റെ കയ്യിലുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിലോ എവിടെയെങ്കിലാണ് നമ്മൾ ഇതിനെ സംസ്കരിച്ചെടുക്കുന്നത് അല്ലേ. വലിയൊരു ടെൻഷനാണ് നമ്മളൊരു വീട്ടിൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ചെറിയൊരു സ്ഥലം, ചെറിയൊരു വീടൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചിട്ട് നമുക്കിത് വേസ്റ്റ് കളയാൻ പ്രത്യേക ഒരു സ്ഥലം ഉണ്ടാവില്ല. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് വേസ്റ്റിനെ നമുക്ക് ഒരു ജ്യൂസ് പരുവത്തിലേക്ക് പുറത്ത് കളയാൻ പറ്റുന്ന രീതിയിൽ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീന്റെ വിവരം അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. ഞാൻ റഷീദ് ഖാന്റെ വീട്ടിലാണുള്ളത്. എന്തൊക്കെയാണ് ഈ മെഷീന്റെ വിശേഷങ്ങൾ നമുക്കറിയാം. നേരെ വീഡിയോയിലേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ റഷീദ് ഖാന്റെ ഭാര്യ ഷംസീറത്ത. ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് വേസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അതിന്റെ എങ്ങനെയാണ് അതിന്റെ പ്രവർത്തന രീതിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടത്തേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പൊ ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലുള്ള വേസ്റ്റിനെ സംസ്കരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളിവിടെ വളരെ ഹാപ്പി ആയിട്ട് എന്താ പറയുക പാട്ടൊക്കെ പാടിയിട്ടാണ് നിങ്ങളിവിടെ ഈ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ വേസ്റ്റ് ഒക്കെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാരണം എന്താ? ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഫിറ്റ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഇന്നത്തെ കാലത്ത് വേസ്റ്റ് ഭയങ്കര ഇതാണ്. എന്ന് വെച്ചാല് വേസ്റ്റ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോയി കളയാൻ ഒരാൾ വേണം, ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതെന്റെ കസിനൊന്ന് ഇത് യൂസ് ചെയ്തിട്ട് ഒരു 5-6-7 വർഷമായി അവർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഇത് ഇവിടെ ഞങ്ങൾ എല്ലാം വെറൈറ്റി ആയിട്ടാണ് എല്ലാം കൊടുത്തത് ഈ വീട്ടിൽ. അപ്പോൾ അതിന്റെ കൂടെ ഇത് തന്നെ എനിക്ക് ഏറ്റവും വലിയ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. കാരണം വേസ്റ്റ് എടുത്ത് ബോക്സിലിട്ട് എന്നിട്ട് അത് പുറത്ത് വേസ്റ്റ് കൊണ്ടുപോയി കളയണം, അതൊക്കെ കുറെ കഷ്ടപ്പാടായിരുന്നു. അപ്പൊ ഇതാവുമ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേസ്റ്റ് അതിൽ ഇട്ട് കൊടുക്കേ വേണ്ടുള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഒരു വീട്ടില് എന്തുകൊണ്ടൊരു ഫിറ്റ് ചെയ്താലും അത്ര വലിയ സന്തോഷമാവുന്ന വലിയ സന്തോഷമല്ല. പക്ഷെ ഈ ഒരു വേസ്റ്റ് പ്രോസസ് ചെയ്യാൻ അല്ലെങ്കിൽ വേസ്റ്റ് ഒഴിവാക്കാനുള്ള ഒരു കാര്യം ഒരു വീട്ടിലുണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാവും, ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. ഭയങ്കര സന്തോഷം. കാരണം ഇത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ വരുന്ന എല്ലാവർക്കും ഇതൊരു ഭയങ്കര വെറൈറ്റി ആയിട്ട് എല്ലാവരും പറയും നല്ലൊരു. കാരണം വേസ്റ്റിന് നമ്മൾ വേറെ തന്നെ കുഴിക്കണം, അതിൽ കൊണ്ടിടണം, അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. സ്മെല്ല്, പിന്നെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരും, അതൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇത് ശരിക്കും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് അരച്ച് കളഞ്ഞിട്ട് പുറത്തേക്ക് വിടും. അരച്ച് ജ്യൂസ് ആയിട്ടാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. ഇനി വേണമെങ്കിൽ പുറത്ത് പോയിട്ട് നമുക്ക് വേറെ തന്നെ നമുക്ക് കമ്പോസ്റ്റ് പോലെ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് വേറെ തന്നെ പുറത്ത് വെച്ച് അതിനൊരു ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം, യൂസ് ചെയ്യാം. പക്ഷെ ഞാനിത് അങ്ങനെ ചെന്നിട്ടില്ല, കാരണം കുറച്ച് കഷ്ടപ്പാടാണ്. ഞാനിവിടെ ഉണ്ടായില്ല, ഞാൻ പുറത്താണ്, ദുബൈയിലാണ്. പിന്നെ അതിനെല്ലാം മെനക്കേട്ടിട്ട് ചെയ്യേണ്ടതല്ലേ. ആ ഭാഗം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വേസ്റ്റ് സാധാരണ വേസ്റ്റിലേക്ക് തന്നെ ടാങ്കിലേക്ക് തന്നെ കൊടുക്കുകയുള്ളത്. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ടത് ഇത് എങ്ങനെയാണ് ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഞങ്ങളെ വേസ്റ്റ് പൈപ്പ്. ഇതൊക്കെ ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണോ? മെഷീന്റെ കൂടെ വരുന്നതാണോ? അല്ല, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് ഇഷ്ടത്തിന് എനിക്ക് ആവശ്യം ഈ സ്ക്വയർ പിന്നെ ബേസും വേണ്ട, എനിക്ക് റൗണ്ട് മതി, റൗണ്ട് അത് മതി. ഇതൊക്കെ നമ്മൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളെല്ലാം സെപ്പറേറ്റ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം. അപ്പൊ ഈ മെഷീൻ മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? അത് മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. മെഷീൻ ഇതാണ്. ഇതിന്റെ ഉള്ളിലാണോ മെഷീൻ വരുന്നത്? ഇതാണ് മെഷീൻ വരുന്നത്. ഇതാണ് സംഭവം അല്ലേ. Prodrain Plus. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ അവിടെ ഒരു പ്ലഗ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് പ്ലഗ് കൊടുക്കേണ്ടത്. സ്വിച്ച് ഇവിടെയും കൊടുക്കും. സ്വിച്ച് ഇതിന്റെ മുകളിലാണ് കൊടുക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് ഇതിന്റെ കൂടെ തന്നെ കൊടുക്കാം അല്ലേ. അത് കൊടുത്തിടാൻ നമുക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇടാകുമ്പോ വേസ്റ്റ് അങ്ങ് ഇട്ട് നമുക്ക് ഇവിടെ സ്വിച്ച് ഓൺ ആക്കി പൈപ്പ് ഒന്ന് ഓൺ ആക്കി കൊടുത്താൽ മതി. വെള്ളം പോകണം, കാരണം വെച്ചാല് ഇത് ജ്യൂസ് ആയിട്ടാണല്ലോ പോണത്, ഞാൻ പറഞ്ഞല്ലോ. ആ ജ്യൂസ് ആയിട്ട് പോണെങ്കിൽ ഈ വെള്ളം ഇപ്പൊ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇത് വേസ്റ്റ് ഇടുന്നത് വേസ്റ്റ് കൂടെ നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള വേസ്റ്റ്, നമ്മുടെ ഫ്രൂട്ട്സും അതിനോട് പച്ചക്കറി ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ചിക്കന്റെ എല്ലും അതിൽ ഇടാൻ പറ്റുമോ? എന്തിന്റെ എല്ലാം, മട്ടന്റെ ആയാലും ചിക്കന്റെ ആയാലും എല്ലാ എല്ലും ഇതില്. അത് ശരി, ഞാൻ കരുതി നിങ്ങൾ ഈ പറയുന്ന ഈ പച്ചക്കറികളുടെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ വേസ്റ്റ് മാത്രമാണ്. അതൊക്കെ എല്ലൊക്കെ അരിഞ്ഞു പോകും. എല്ലൊക്കെ അരിഞ്ഞു പൊടിഞ്ഞ് അങ്ങ് അതിൽ വേസ്റ്റിലേക്ക് പോകും. പിന്നെ കല്ലുമക്കായിന്റെ ഉച്ചിള്, പിന്നെ ചക്കന്റെ മടല്, അങ്ങനെയുള്ള മാത്രം പോലെ, പിസ്തത്തോല് അങ്ങനത്തെ ഒക്കെ ഒന്നും പോല. ബാക്കിയുള്ളതൊക്കെ ഇതിൽ പോകും. ചെമ്മീൻ്റെതും മീൻ്റെതൊക്കെ
ഫിഷ് എല്ലാ വേസ്റ്റും പോകും. മുള്ളും തലയും എല്ലാം പോകും. അത് നോക്കിയേ വേണ്ട. അത് ശരി. ആഹാ, ഞാൻ ഇതും പ്രതീക്ഷിച്ചു വന്നു കേട്ടോ. നിങ്ങൾ ഈ കാണിച്ചിട്ടുള്ള ഈ കാണുന്ന ഇതല്ല ഇതൊക്കെ ശരി ശരി. അപ്പൊ നമുക്ക് കാണാം ഇത് എങ്ങനെ ഇതിന്റെ ഇടുന്നത് ഒന്ന് കാണിച്ചേ. ആദ്യം നമ്മൾ എന്താ വേണ്ടത്? ഉള്ളിൽ കാണുന്ന ഇത് അതിന്റെ നമുക്ക് വേസ്റ്റിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ താഴോട്ടേക്ക് തള്ളി വിട്ടു കൊടുക്കാൻ വേണ്ടിട്ടാണ്. അതിനു വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഫുൾ ടൈം അവിടെ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നും വേണ്ടില്ല. നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ മാത്രം അതൊന്നും എടുക്കുക വേണ്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് വെള്ളം ഇങ്ങനെ ഇപ്പൊ നമ്മൾ പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോ ആണെങ്കിൽ വെള്ളം അവിടെ സ്റ്റോക്ക് ചെയ്ത് നിൽക്കും. അപ്പൊ നമുക്ക് സ്റ്റോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ വേസ്റ്റ് വേഗം ഫാസ്റ്റ് വെള്ളം അധികം നമ്മൾ ഇത് തുറന്നിടേണ്ട ആവശ്യമില്ല. വെള്ളം ഇവിടെ സ്റ്റോക്കായി അതിനുവേണ്ടി മാത്രമാണ് വേസ്റ്റ് ഇട്ടിട്ട് കാണിച്ചു. ഇത് പൈപ്പ് നമ്മൾ ഫുൾ ടൈം തുറന്നാണ് വെച്ചേക്കാം. തുറന്നു വെച്ചാൽ വേസ്റ്റ് ഇടുന്ന സമയത്ത് എന്നാലേ ഉള്ളൂ. അങ്ങനെ വേസ്റ്റ് ഇതാ ഇതിലേക്ക് ഇടാൻ പോവാണ്. അടിപൊളി. ആ സ്വിച്ച് ഓൺ ചെയ്തു അല്ലേ? സ്വിച്ച് ഓൺ ആക്കി ഇതിലേക്ക് വേസ്റ്റ് എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ വേസ്റ്റിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വേസ്റ്റ് എല്ലാ വേസ്റ്റും അങ്ങനെ തള്ളി തള്ളി അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അരയുടെ സൗണ്ടാണ് അതിൽ നിന്ന് കേൾക്കുന്നത്. എല്ലാ വേസ്റ്റും അടിപൊളിയായിട്ട് അതിന്റെ ഉള്ളിലേക്ക് പോയി. നമ്മൾ ചുറ്റുള്ളിലൊക്കെ തട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് അരഞ്ഞു സംഭവം അവിടെ നിൽക്കുക അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് അരഞ്ഞായിട്ട് താഴേക്ക് പോകുക. ഓക്കെ. അപ്പൊ നമ്മൾ വെള്ളം എപ്പോൾ ഓഫ് ചെയ്യണം? ഇതിന്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ആകുമ്പോൾ വേസ്റ്റ് ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവും. ഏകദേശം പോയി കഴിഞ്ഞാൽ നമ്മൾ അത് ഓഫ് ചെയ്താൽ മതി. ഓഫ് ആക്കിയാൽ മതി. നമ്മൾ ഇട്ട ഫുള്ള് വേസ്റ്റും അതിലേക്ക് അങ്ങ് എല്ലാം അരഞ്ഞിട്ട് അങ്ങ് പോയി. ആ വേസ്റ്റിന്റെ ഭാഗം ചിന്തിക്കുക. ഇനി നമുക്ക് ഇതിന്റെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എല്ല് നമുക്ക് അതിലേക്ക് ഇടാം. ഓക്കെ. അത് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. അതും ഇതേപോലെ തന്നെ ഡയറക്റ്റ് നിങ്ങൾ അതിലേക്ക് കൊടുക്കുക. അത് ഇതുപോലെ വെള്ളം ഓപ്പൺ ആക്കി വെക്കുക. എല്ലിന്റെ വേസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലിന്റെ പീസൊക്കെ അതിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യുക അല്ലേ? സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ. ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ പേടിയാവും കേട്ടോ. ഇത് എവിടെയും കുടുങ്ങി പോകുമോ? ഇത് വെള്ളമൊക്കെ ഇപ്പൊ കംപ്ലീറ്റ് ഒന്നും ചിന്തിക്കണ്ട. ആ വേസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പൊ വേസ്റ്റ് കഴിഞ്ഞ് നമുക്ക് എങ്ങനെ നമ്മളെ കാണുമ്പോൾ സൗണ്ട് കുറയും. കുറച്ച് സൗണ്ട് കുറയുമ്പോൾ പിന്നെ ഞാൻ ഇതൊന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ വേസ്റ്റ് ഒന്നും ഇല്ല. കംപ്ലീറ്റ് വേസ്റ്റ് അങ്ങ് പോയി. അടിപൊളി. വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെയുള്ള വേസ്റ്റിനൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ജ്യൂസ് പരുവത്തിലേക്ക് പുറത്തേക്ക് വിട്ടു അല്ലേ? അതായത് നമ്മൾ ആ എല്ലൊക്കെ പൊടിഞ്ഞ ഒരു ജ്യൂസിന്റെ പരുവത്തിൽ പുറത്തേക്ക് പോകുന്ന കാണുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് അല്ലേ? നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക്, പ്രത്യേകിച്ച് അടുക്കളയിലുള്ള സ്ത്രീകൾക്ക്. ഇതിവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒന്നും വന്നിട്ടുണ്ടോ? ഇല്ല, ഒരു കംപ്ലൈന്റ് ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. 1 year ആയി ഞങ്ങൾ ഫിറ്റ് ചെയ്തിട്ട്. 2 വർഷം വാറന്റി അവർ പറയുന്നുണ്ട്. 2 വർഷത്തെ വാറന്റിയാണ് ഈ ഒരു മെഷീൻ വരുന്നത്. ഓക്കെ. ഇതിന്റെ പ്രൈസ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എത്ര പ്രൈസ്? 25,000 രൂപ. 25,000 രൂപക്ക് ആ ഒരു മെഷീൻ മാത്രമാണ് തരുന്നത്. മെഷീൻ മാത്രം. പിന്നെ അവര് എവിടെ നിന്നാണോ ഫിറ്റ് ചെയ്യാൻ വരുന്നത് അതിനുള്ളൊരു ചാർജും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് അവര് കമ്പനി തന്നെ വന്നിട്ട് സെറ്റ് ചെയ്തത്. കമ്പനി തന്നെ അവര് വന്നിട്ട് ചെയ്തതാണ്. പക്ഷെ എക്സ്ട്രാ ചാർജ് ചെറിയൊരു നമ്മൾ കൊടുത്താൽ മതി. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് നമ്മൾ ഈ മെഷീൻ വാങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും ഇവിടെ സെറ്റിംഗ്സ് എന്തെങ്കിലും നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്തു വെക്കേണ്ട ആവശ്യമുണ്ടോ? ഈ സിങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്? ഇല്ല, സിങ്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സിങ്ക് ഓൾറെഡി സിങ്കിന്റെ കാര്യം നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന്റെ ഇതിന്റെ ഹൈറ്റ് കണ്ട, ആ മോട്ടറിന്റെ ഹൈറ്റ് നമ്മള് സ്പേസ് അവിടെ വിട്ടു കൊടുക്കണം. പിന്നെ ഒരു പ്ലഗ് പോയിന്റ് ചെയ്യണം. അവിടെ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ട്. അത് നമ്മൾ എക്സ്ട്രാ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ പൈപ്പിന്റെ അത് സാധാരണ ഒരു ഹോള് കൊടുക്കണല്ലോ, വേസ്റ്റ് പോകുന്ന ആ ഇത് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ ഒന്നും അതിന്റെ അളവും കൂടി അതിന്റെ മെഷർമെന്റും കൂടി നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. എല്ലാവരിലേക്ക് എത്തിയിട്ടില്ല, എന്നാലും ഒത്തിരി പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പലരും ഇന്നും അറിയാത്ത ആൾക്കാരുണ്ട്. കാരണം എന്റെ വീട്ടിൽ തന്നെ
അപ്പം വീട് കാണാൻ വരുന്നവർ അധികം ആൾക്കാരും ഈ വേസ്റ്റിന്റെ ഇത് കണ്ടുകഴിഞ്ഞാൽ എന്തായാലും എല്ലാ നമ്പർ വാങ്ങിച്ചിട്ടേ പോകുന്നുള്ളൂ. ഇത്രയാണ് പ്രോഡ്രെയിൻ പ്ലസിന്റെ വിശേഷങ്ങൾ. കണ്ടല്ലോ എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ആ വേസ്റ്റ് ഒക്കെ അരച്ച് ജ്യൂസിന്റെ രൂപത്തിൽ പുറത്തേക്ക് കളയുന്നത്. ഏറ്റവും വലിയ ടെൻഷനുള്ള ഒരു ഭാഗമാണ് നമുക്ക് വേസ്റ്റിനെ പ്രോസസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സംസ്കരിക്കുക എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ ഷംസീറത്തെ വളരെ ഭംഗിയായിട്ട് നമ്മൾ മുന്നിലേക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ റഷീദ് ഖാൻ വീട്ടിലേക്ക് വന്നത്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഒത്തിരി പേര് ചിലപ്പോൾ അന്വേഷിക്കുന്നുണ്ടാവും, അവർക്കൊക്കെ ഗുണം ചെയ്യും, ഒത്തിരി പേർക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ഞാൻ കണ്ട ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതെന്ന് മാത്രം. ഇതിന്റെ ടെക്നിക്കലായിട്ട് കൂടുതലായിട്ട് ടെക്നിക്കലായിട്ടുള്ള വശങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ കമ്പനിയെ കുറിച്ചൊക്കെ അറിയണമെന്ന് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്ന് വിളിച്ച് ചോദിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.